ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9ൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് എക്സസൈസിലെ 11th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. ലെറ്റ് പി Q be points of trisection of AB with the P closer to A and Q closer to B. ഇപ്പോൾ ഇവിടെ പിയും ക്യൂവും എ ബിയെ ട്രൈസെക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് പിയും ക്യൂവും എ ബിയുടെ ട്രൈസെക്ഷൻ ചെയ്യുന്ന പോയിന്റുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? പിയും ക്യൂവും എ ബിയെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളെ ഒന്ന് വരച്ച് കാണിക്കാം. ഇതാണ് എ ബി. അപ്പോൾ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ കണ്ടല്ലോ. ഇപ്പോൾ 1 2 3 ഈക്വൽ പാർട്സായി. ഇത് നമുക്ക് പി ക്ലോസർ ടു എ എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്യൂ ക്ലോസർ ടു ബി എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ? യൂസിങ് യുവർ നോളജ് ഓഫ് ഹൗ ടു ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി മിഡ് പോയിൻറ്റ്സ് ഓഫ് എ സെഗ്മെൻറ്റ്, ഹൗ വുഡ് യു ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് പി ആൻഡ് ക്യൂ. അപ്പോൾ നമ്മൾ ഒരു സെഗ്മെൻറ്റിൻ്റെ മിഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്ന ആ ഒരു ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തു അല്ലേ. ആ ഒരു നോളജ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പിൻ്റെയും ക്യൂവിൻ്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ഡു ദിസ് ഫോർ ദ കേസ് വെൻ ദ പോയിൻറ്റ്സ് ആർ A 4,7 and B 16,-2. അപ്പോൾ എ നമുക്ക് തന്നിട്ടുണ്ട് 4,7ഉം ബി 16,-2 എന്നും നമുക്ക് തന്നിട്ടുണ്ട്. പിയുടെയും ക്യൂവിൻ്റെയും കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പി നമുക്ക് x1 y1 എന്നെടുക്കാം കോർഡിനേറ്റ്സ്, ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് x2 y2 എന്നും എടുക്കാം. അപ്പോൾ നമ്മളിവിടെ മിഡ് പോയിൻറ്റ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ ക്ലാസ് 10ൽ വരുമ്പോൾ നിങ്ങൾ സെക്ഷൻ ഫോർമുല യൂസ് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ പഠിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് മിഡ് പോയിൻറ്റ് ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ട്രൈസെക്ഷൻ ആയതുകൊണ്ട് ഈ 3 പാർട്ടുകളും ഈക്വൽ ലെങ്തിലുള്ളതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? പി എ ക്യൂവിൻ്റെ മിഡ് പോയിൻ്റ് ആണ് എന്ന് പറയാം. അപ്പോൾ പി എ ക്യൂവിൻ്റെ മിഡ് പോയിൻ്റ് ആണെങ്കിൽ നമുക്ക് പി കണ്ടുപിടിക്കാൻ ഈസിയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എഴുതാം. പി ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ ക്യൂ. പി എന്താണ്? x1 y1 ആണല്ലേ. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ x1 y1 ഈസ് ഈക്വൽ ടു എന്ത് വരും? ഈ എക്സ് കോർഡിനേറ്റുകളുടെ എൻ്റെയും ക്യൂവിൻ്റെയും എക്സ് കോർഡിനേറ്റുകളുടെ ആവറേജ്, അതായത് 4 + x2/2 4 + x2/2 പിന്നെന്താ? y കോർഡിനേറ്റ്സ് 7 + y2/2. എന്തായിരുന്നു നമ്മുടെ മിഡ് പോയിൻറ്റ് ഫോർമുല? x1 + x2/2ഉം y1 + y2/2ഉം ആയിരുന്നു. ഇവിടെ x1ന് പകരം 4ഉം x2ന് പകരം x2 തന്നെയാണ്. y1ന് പകരം 7ഉം y2ന് പകരം y2 തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എയുടെയും ക്യൂവിൻ്റെയും കോർഡിനേറ്റ്സുകളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. കണ്ടുപിടിക്കാനുള്ള പി എന്ന് പറയുന്നത് x1ഉം y1ഉം. പി ആണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ x1 എന്തിന് ഈക്വലാണ്? ഈ എക്സ് കോർഡിനേറ്റിന് ഈക്വലാണ്. y1 ഇതിന് ഈക്വലാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? x1 ഈസ് ഈക്വൽ ടു 4 + x2/2. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അടുത്തത് y1 ഈസ് ഈക്വൽ ടു 7 + y2/2. y1 ഇതിന് ഈക്വലാണ്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി അടുത്തത് നമ്മൾ ക്യൂ പി ബിയുടെ മിഡ് പോയിൻ്റ് ആണ് എന്ന് എടുക്കുന്നു. ആണല്ലോ, ഇതെല്ലാം ഈക്വൽ ഡിസ്റ്റൻസിലായതുകൊണ്ട് ക്യൂ എന്തിൻ്റെ മിഡ് പോയിൻ്റ് ആണ്? പി ബിയുടെ മിഡ് പോയിൻ്റ് ആണ്. അപ്പോൾ ക്യൂ ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് പി ബി. അപ്പോൾ എന്ത് വരും? x2 പി ക്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് വേണം നമ്മൾ ഇവിടെ എഴുതാൻ. x2 ഈസ് ഈക്വൽ ടു എന്ത് വരും? x1 + 16/2. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഇനി അടുത്തത് ക്യൂവിൻ്റെ y കോർഡിനേറ്റ്, ദാറ്റ് ഈസ് y2 ഈസ് ഈക്വൽ ടു പിയുടെയും ബിയുടെയും y കോർഡിനേറ്റ്സുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നു. y1 + -2, ദാറ്റ് ഈസ് y1 - 2/2. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4.
അപ്പോൾ നമുക്കിവിടെ 4 ഇക്വേഷൻസ് നമുക്കിവിടെ കിട്ടി. ഇതിൽ നിന്ന് നമ്മൾ x1ഉം y1ഉം x2ഉം y2ഉം കണ്ടുപിടിക്കണം. അപ്പോൾ അതാ ഇവിടെ നോക്കിയേ, ഈ x2വിനകത്ത് എന്തുണ്ട്? x1 ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ x1ൻ്റെ വാല്യൂവിനെ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? x2 കിട്ടും. അപ്പോൾ ഇനി ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 1 ഇൻ ഇക്വേഷൻ 3. ഇക്വേഷൻ 3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ x2 എന്ത് വരും? x2 ഈസ് ഈക്വൽ ടു ഈ x1ന് പകരം ഞാൻ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരും? 4 + x2/2. x1ന് പകരം ഞാൻ ഇവിടെ ഇത് എഴുതി +16/2. ഇനി നമുക്കിവിടെ ഈ ന്യൂമറേറ്ററിൽ എന്ത് ചെയ്യണം? LCM കണ്ടുപിടിക്കണം. LCM ഈസ് 2. അപ്പോൾ എന്ത് ചെയ്യണം? 16ൻ്റെയും ഡിനോമിനേറ്റർ എന്ത് വരണം? 2 വരണം. അതിനുവേണ്ടി നമ്മളിവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 16നെ നമുക്ക് 16/1 എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ ഇതെന്താവും? 4 + x2. LCM എടുക്കുമ്പോൾ ഇതെന്താവും? 16 × 2 32/2 ഡിവൈഡഡ് ബൈ 2. ഈ 2 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തായി? ഫ്രാക്ഷൻ്റെ ഡിവിഷനായി അല്ലേ. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 4 + x2 + 32/2ഉം ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 2ഉം. 2വിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2/1 എന്ന് ഫ്രാക്ഷനാക്കി തന്നെ എഴുതാം. അപ്പോൾ ഫ്രാക്ഷൻ്റെ ഡിവിഷൻ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം. 3/5 ഡിവൈഡഡ് ബൈ 7. ഓക്കെ, 7നെ നമുക്ക് എങ്ങനെ എഴുതാം? 7/1 എന്ന് എഴുതാം. ഇപ്പോൾ 2 ഫ്രാക്ഷൻസിൻ്റെ ഡിവിഷനായി. എങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് ഫ്രാക്ഷൻ അതുപോലെ എഴുതും, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും. സെക്കൻഡ് ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് 1/7. അപ്പോൾ അതേപോലെ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 4ഉം 32ഉം കൂടെ ഞാൻ 36 എന്ന് എഴുതുന്നു കേട്ടോ. 36 + x2/2. ഫസ്റ്റ് 1 നമ്മളതുപോലെ എഴുതി, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവുന്നു. 2/1ൻ്റെ റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് 1/2. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? x2 ആണ് കേട്ടോ. ഇതിനെല്ലാം x2 ഈസ് ഈക്വൽ ടു എന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എഴുതിക്കണം. x2 ഈസ് ഈക്വൽ ടു, ഇവിടെയും x2 ഈസ് ഈക്വൽ ടു ആണ് കേട്ടോ. അപ്പോൾ x2 ഈസ് ഈക്വൽ ടു എന്ത് വരും? 36 + x2/4 എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ഈ 4നെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ 4x2 ഈസ് ഈക്വൽ ടു 36 + x2. ഇനി x2നെ നമ്മൾ LHSലോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? x2 ഇവിടെ പ്ലസ് ആണ്, ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആവും. അപ്പോൾ 4x2 - x2 ഈസ് 3x2 ഈസ് ഈക്വൽ ടു 36. x2 ഈസ് ഈക്വൽ ടു 36/3. x2 ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടി. ഓക്കെ, അപ്പം ഇതിലറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്റ്റെപ്പുകളെല്ലാം ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ ഈ സ്റ്റെപ്പുകളൊക്കെ പഠിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മാത്സ് തീരെ അറിയാൻ വയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൂടെ മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് x2ൻ്റെ വാല്യൂ കിട്ടി. ഇനി x1 കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. എന്ത് ചെയ്യണം? ഈ x2ൻ്റെ വാല്യൂവിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് the value of x2 in equation 1. Equation 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? x1 ഈസ് ഈക്വൽ ടു 4 + x2ന് പകരം നമുക്ക് 12 എഴുതാം, ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 16/2. x1 ഈസ് ഈക്വൽ ടു 8. അപ്പോൾ x1ൻ്റെ വാല്യൂ നമുക്ക് 8 എന്ന് കിട്ടി, x2 12 എന്നും കിട്ടി. ഇനി ഇതേപോലെ നമ്മൾ y1ഉം y2ഉം കണ്ടുപിടിക്കുന്നു. എന്ത് ചെയ്യാം? y2വിൽ നമുക്ക് ഈ y1ൻ്റെ വാല്യൂവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി അടുത്ത നമ്മൾ ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 4. ഇക്വേഷൻ 4 എന്താ? y2 ഈസ് ഈക്വൽ ടു y1ന് പകരം നമുക്ക് എന്തെഴുതാം? y1 ഈസ് 7 + y2/2 ആണ്. അത് ഞാനിവിടെ എഴുതുന്നു. 7 + y2/2 മൈനസ് y2വിലെ ബാക്കി 2 ഉണ്ടല്ലേ, 2/2. അപ്പോൾ y2വിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം? ഇവിടെ ന്യൂമറേറ്ററിൽ LCM എടുക്കണം. LCM എടുക്കുമ്പോൾ ഇതെന്താവും? y2 ഈസ് ഈക്വൽ ടു 7 + y2 - 4 ബൈ ഇവിടെ ഈ
എന്താണ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വരുമ്പോൾ ബൈ 4 ആകും. ഞാൻ മുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, ഇനി ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. ഇത് ഹോൾ ഡിവൈഡഡ് ബൈ 2 ആവും. നമ്മൾ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആക്കി 2വിൻ്റെ റെസിപ്രോക്കൽ എടുക്കും. അപ്പോൾ എന്താവും 7 + y2 - 4/4 എന്നാവും. ഓക്കെ, മുകളിൽ ഇതേ സ്റ്റെപ്പുകൾ തന്നെ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഇവിടെയും ചെയ്യുക കേട്ടോ, അല്ലേ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോമേ. ഇനി എന്ത് വരും, 4നെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ 4y2 = 7 - 4 = 3. അപ്പോൾ 3 + y2. ഇനി y2നെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്ത് വരും, 4y2 - y2, ദാറ്റ് ഈസ് 3y2 = 3. y2 = 3/3, ദാറ്റ് ഈസ് 1. ഇപ്പോൾ നമുക്ക് y2ൻ്റെ വാല്യൂ കിട്ടി. ഈ y2ൻ്റെ വാല്യൂവിനെ നമുക്ക് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇനി ഈ y2ൻ്റെ വാല്യൂവിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, y1 കിട്ടും. അപ്പോൾ അടുത്തത് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് y2 ഇൻ ഇക്വേഷൻ 2. അപ്പോൾ എന്ത് വരും, y1 = 7 + y2 is 1/2 = 8/2 = 4 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ വാല്യൂസ് എല്ലാം ഞാൻ ഒന്നുകൂടെ ഇങ്ങോട്ട് എഴുതുന്നു. x1 is 8, x2 is 12, y1 is 4, y2 is 1. ഇങ്ങനെയാണ് നമുക്ക് വാല്യൂസ് കിട്ടിയത്. അപ്പോൾ p നമ്മൾ എന്തായിട്ടായിരുന്നു എടുത്തത്, p is x1 y1 അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം, therefore p = എന്ത് വരും, x1 is 8, y1 is 4. അപ്പോൾ 8,4. q is x2 y2. അപ്പോൾ 12,1. അപ്പോൾ പിയുടെയും ക്യൂവിൻ്റെയും കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി. നമ്മളെ മിഡ് പോയിൻറ്റ് ഫോർമുല വെച്ചിട്ടാണ് ചെയ്തത്. ആ മിഡ് പോയിൻറ്റ് ഫോർമുല വെച്ച് നമുക്ക് 4 ഇക്വേഷൻസ് കിട്ടും. ആ ഇക്വേഷൻ ഓരോന്നിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ 11th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 12th ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.